graciously partnered by Elite Properties and Ventures. We are discussing diverse voices in the novel and participating Satish Totasheri, Binish Putuppanam, and Nimna Vijay. Please come on the stage. പ്രിയരെ, നോവലിലെ വിഭിന്ന സ്വരങ്ങൾ എന്ന വിഷയത്തിലാണ് നമ്മുടെ പൊതു നോവലിൻ്റെ രാജകുമാരനും രാജകുമാരിയും എന്ന് വരെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന ബിനീഷ് പുതുപ്പണമുണ്ട്, അതുപോലെ തന്നെ നിമ്ന വിജയുണ്ട്. ഞാനിവിടെ ഒരു പകരക്കാരനായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് അഗ്രഗണ്യന്മാരെ നമുക്ക് ഈ സെഷൻ്റെ മിസ്സാകുന്നുണ്ട്. ഒന്ന് അഖിൽ പി ധർമ്മജനായിരുന്നു ഇന്നത്തെ മോഡറേറ്റർ. അദ്ദേഹത്തിനൂടെ വേറൊരു സെഷൻ നടക്കുന്നതുകൊണ്ട് എത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അബ്ബാസിനോട് എത്താൻ പറ്റിയിട്ടില്ല. നമുക്കറിയാം, ബിനീഷ് പുതുപ്പണം നോവലിലെ മലയാള ഭാവുകത്വത്തിൻ്റെ ഒരു പുതിയ മുഖം. വളരെയധികം വായനക്കാരെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള എഴുത്തുകാരാണ് ഈ രണ്ട് പേരും. ബിനീഷ് പ്രൊഫഷണലി ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ 3 നോവലുകൾ എഴുതിയിട്ടുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള നോവലുകളാണ്. വളരെ ചെറിയൊരു കാലഘട്ടത്തിൽ തന്നെ വളരെയധികം കോപ്പികൾ വിറ്റുപോയിട്ടുള്ളതാണ്. മധുരവേട്ട, പ്രേമനഗരം, മധുര ജീവിതം 3 നോവലുകളാണ്. അതുപോലെ തന്നെ പഠനങ്ങൾ 7ഓളം പഠനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 7 കവിതാ സമാഹാരങ്ങളും ബിനീഷിൻ്റേതായിട്ടുണ്ട്. ബിനീഷിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം. നിമ്ന അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്നത്തെ സാഹിത്യത്തിൽ ഒട്ടേറെ ഐ.ടിയുമായി ബന്ധപ്പെട്ടിട്ട്, പൊതുജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂ ജനറേഷൻ്റെ ജീവിതത്തെ പച്ചയായി എടുത്തു കാണിക്കുന്ന പുസ്തകങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്നൊരു പുസ്തകം നോവൽ വളരെയധികം ജനശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള, മലയാളി ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെയധികം വായിക്കപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്നത്. അതുപോലെ തന്നെ വീണ്ടും ഒരു പുതിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, നനൈവ ഞാൻ കടലാകുന്നു. ഈ 2 പുസ്തകങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ. പുതിയൊരു ജനതയെ ഈ വായനയുടെ ലോകത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന പുസ്തകങ്ങൾ. അഖിലിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകമാണ്. ലക്ഷക്കണക്കിന് കോപ്പികളാണ് വിറ്റുപോകുന്നത്. അപ്പോൾ ഇവരെന്ത് മാന്ത്രികതയാണ്, എന്തൊരു മെസ്മരിസമാണ് ഈ പുതിയ സൃഷ്ടികളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് അറിയാൻ നമുക്കെല്ലാവർക്കും താല്പര്യം ഉണ്ടാകും. നമുക്കിവരോട് തന്നെ ചോദിക്കാം അല്ലേ. ആദ്യം ബിനീഷിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഈ ബ്രഹ്മ ബുക്ക് ഫെസ്റ്റിൽ എത്തിയതിൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. നമുക്കറിയാം, നോവലിലെ വിഭിന്ന സ്വരങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ സംസാരത്തിന് എടുത്തിരിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള നോവലുകൾ കഴിഞ്ഞൊരു 4 വർഷമായി വളരെ സജീവമായി നമ്മൾ ട്രെൻഡിങ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അച്ചടി മാധ്യമങ്ങൾ മരിച്ചു നശിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്ന കാലത്ത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പ്രിൻ്റഡ് പുസ്തകങ്ങൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും മേഖലകളിലേക്ക് അത് പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നോവലുകൾ, കഥയെ അപേക്ഷിച്ചോ അല്ല, നോവലിൻ്റെ വികാസം എന്ന് പറയുന്നത് അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു മുന്നേറ്റമാണ്. മുൻകാലത്ത് നമുക്ക് ലിറ്റററി ഫിക്ഷൻ എന്ന് പറയുന്ന ഒന്ന് മാത്രമാണ് കയ്യിലെടുക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് മലയാളത്തിൽ നോവലുകളിൽ തന്നെ അനേകമായി വിഭജനങ്ങളുണ്ട്. ഇപ്പോൾ റൊമാൻറ്റിക് ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് റൊമാൻറ്റിക് ഫിക്ഷൻ എന്ന് പറഞ്ഞ് ഒരു ഭാഗം കിടക്കുന്നു. ക്രൈം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ക്രൈം ഫിക്ഷൻ എന്ന വിഭാഗം തന്നെയുണ്ട്. ഇനി സിനിമ പോലെ നോവൽ വായിക്കാൻ താല്പര്യമുള്ളവർക്ക്, ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദൊക്കെ ആ രീതിയിലാണ് വന്നത്, സിനിമാറ്റിക് നോവൽ എന്ന രീതിയിൽ. ഇനി ഗൗരവമുള്ള വായനയും ആവശ്യമില്ല, അതേസമയത്ത് തന്നെ പൈങ്കിളിയും ആവരുത്, അതിനിടയിലേക്ക് ഒരു പാലമിട്ടൊരു വായന എനിക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നവർക്ക് അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ എന്ന രീതിയിൽ ഇങ്ങനെ നോവലുകൾക്കിടയിൽ തന്നെ വായനക്കാർക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാനും ഇഷ്ടമുള്ളത് വായിക്കാനും തിരഞ്ഞെടുക്കുവാനുള്ളൊരു സൗകര്യം വന്നിട്ട് ഈ ഒരു 4 വർഷമായിട്ടാണ് മലയാളത്തിലുള്ളത്. അതുകൊണ്ടാണ് അത് കൂടുതൽ സജീവമായി മാറുന്നത് എന്നാണ് തോന്നുന്നത്. ഇപ്പം നോവലിലെ വിഭിന്ന സ്വരങ്ങൾ എന്നത് 4 സ്വരങ്ങൾ വേണ്ടതായിരുന്നു, ഇപ്പോൾ 2 സ്വരങ്ങളെ ഇവിടെയുള്ളൂ. ഇപ്പോൾ എൻ്റെ നോവലിനെ കുറിച്ച് പറയുകയാണ്, അതാണ് എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ട് പറയാൻ കഴിയുക. എൻ്റെ 3 നോവലുകളാണ് ഇറങ്ങിയിട്ടുള്ളത്. അത് പ്രേമനഗരം, മധുരവേട്ട, സുന്ദര ജീവിതം എന്നത്.
എൻ്റെ സ്വരം എന്ന് പറയുന്നത്, എൻ്റെ നോവലിൻ്റെ സ്വരം എന്ന് പറയുന്നത് പ്രണയമായിരുന്നു വിഷയം. പക്ഷേ വ്യക്തിപരമായി പറയുമ്പോൾ മറ്റേതൊരു വിഷയം കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണ് പ്രണയം എഴുതുക എന്നുള്ളത്. നമ്മൾ എളുപ്പമെന്ന് കരുതും. എന്തുകൊണ്ടെന്നാൽ പ്രണയം മനുഷ്യൻ്റെ ജൈവികമായ ചോദനയാണ്, പ്രണയവും രതിയും എന്ന് പറയുന്നത്. എത്രയോ നൂറ്റാണ്ടുകൾ പ്രണയിക്കാത്ത മനുഷ്യർ ആരും ഉണ്ടാവില്ല. നമ്മൾ പ്രണയം ഇല്ല എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആരെയൊക്കെയോ പ്രണയിച്ചിരിക്കുന്ന, ഒന്നുമില്ല അവനവൻ തന്നെയെങ്കിലും പ്രണയിച്ചിരിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. മാത്രമല്ല, സാഹിത്യം എടുത്തു നോക്കിയാൽ നമ്മുടെ ഇന്ത്യൻ സാഹിത്യത്തിൽ തന്നെ നൂറ്റാണ്ടുകൾക്കപ്പുറം മുതൽ പ്രണയം എഴുതി വരികയാണ്. കാളിദാസൻ മുതൽ ഇങ്ങ് തുടങ്ങി ഏറ്റവും പുതിയ കാലത്ത് വരെ പ്രണയത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു. കവിതയായും കഥയായും നോവലുകളായും അനുഭവങ്ങളായും അതിങ്ങനെ വരികയാണ്. അപ്പം അവിടെയാണ് നമ്മൾ പുതുതായിട്ട് വീണ്ടും പ്രണയം എന്ന് പറയുമ്പോൾ അതെങ്ങനെ സ്വീകരിക്കപ്പെടും, അതെങ്ങനെ ആവിഷ്കരിക്കും എന്നൊരു വിഷയം ഏതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചും പ്രണയം തൊടുമ്പോൾ ഉണ്ടാകും. അപ്പം അങ്ങനെ ഒരു വിഷയം എൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായ ഒരു പ്രണയം എഴുതുന്നതിന് അപ്പുറത്തേക്ക് ഏതൊരു ചെറിയ എഴുത്തിനും, ഇപ്പം പ്രേമനഗരം എന്ന നോവൽ പുറത്തേക്ക് വന്നത് ഒറ്റ ഇരിപ്പിന് വായിക്കാൻ കഴിയുന്ന പുസ്തകം എന്ന രീതിയിലാണ്. അത്തരത്തിലാണത് പോവുകയും ചെയ്തത്. പക്ഷെ ഒറ്റ ഇരിപ്പിന് വായിക്കാൻ പറ്റുന്ന പുസ്തകം എന്ന് പറയുമ്പോൾ പോലും അതിന് ഏതൊരു ചെറിയ എഴുത്തിനും വലിയ അന്വേഷണങ്ങൾ ആവശ്യമാണെന്നാണ്. അതുകൊണ്ട് പ്രേമനഗരം എഴുതുന്ന സമയത്ത് എനിക്ക് മുൻകാല പ്രണയ കൃതികൾ പരിശോധിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാളിദാസൻ്റെ മേഘസന്ദേശം മുഴുവൻ നമ്മൾ മനസ്സിരുത്തി വായിക്കുന്ന സമയത്ത് അന്ന് 500 വർഷം മുമ്പ് എഴുതപ്പെട്ട അതിലെ യക്ഷൻ എന്ന കഥാപാത്രം അനുഭവിച്ച പ്രണയ വികാരങ്ങൾ എവിടെയൊക്കെയോ ഈ പുതിയ കാലത്തിരുന്ന് ബിനീഷ് പ്രണയിക്കുമ്പോഴും അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന ഒരു അനുഭവതലം. അപ്പോൾ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഏതോ ഒരു അനുഭവതലം പ്രണയത്തിൽ മനുഷ്യർക്ക് സമാനമായി തുല്യമായ ഒരു ചങ്ങല പോലെ വരുന്നുണ്ട്. ആ ചങ്ങലയെ തൊട്ടാൽ ഒരുപക്ഷെ അത് വായനയ്ക്ക് സ്വീകാര്യമായേക്കാം. പിന്നെ പ്രണയം എഴുതുമ്പോൾ മറ്റൊന്ന്, സാധാരണ പ്രണയം എഴുതാൻ എളുപ്പമാണ്. പ്രണയിക്കുന്ന മനുഷ്യർക്കും ഇപ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പ്രണയിക്കുന്നു, അവർ കുറച്ചു കാലം പ്രണയിച്ച് നടക്കുന്നു, സംഘർഷം ഉണ്ടാവുന്നു, അവർ വിവാഹം ചെയ്യുന്നു, അതിൽ ഒരു പ്രത്യേകത ഒന്നുമില്ല. പ്രണയം എപ്പോഴും പ്രശ്നവൽക്കരിക്കപ്പെടുമ്പോഴാണ് അത് പ്രണയമായി തീരുന്നത്. കാരണം എല്ലായിടത്തും ബാരിയർ വേണം, തടസ്സം വേണം. ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ തടസ്സം വേണം, ഒന്ന് ശ്വസിക്കണമെങ്കിൽ തടസ്സം വേണം. ഈ തടസ്സങ്ങളാണ് എപ്പോഴും പ്രണയത്തെ കൂടുതൽ ഗാഢമാക്കുന്നത് എന്നൊരു ചിന്ത എന്നിലുണ്ടാവുകയും സ്വാഭാവികമായും ഇതൊരു പക്ഷേ ഈ ബാംഗ്ലൂരിൻ്റെ ഈ സിറ്റിയിലിരുന്ന് പറയുമ്പോൾ ഇത് എത്രമാത്രം ആവുമെന്നറിയില്ല. എന്നാൽ കേരളീയ പശ്ചാത്തലം എടുത്തു നോക്കുമ്പോൾ വിവാഹശേഷം ഒരു സ്ത്രീ 40 കഴിഞ്ഞ ഒരു സ്ത്രീ പ്രണയിക്കുമ്പോൾ എങ്ങനെയാണ് അത് സമൂഹം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 40 കഴിഞ്ഞ വിവാഹം കഴിഞ്ഞ ഒരു മകളുള്ളൊരു സ്ത്രീ പ്രണയിക്കുമ്പോൾ അവളുടെ അടുക്കളയിലെ ശ്വാസം പോലും അത് പ്രശ്നമാണ്. പുറമെ വീട് പ്രശ്നമാണ്, കുടുംബം പ്രശ്നമാണ്, സൗഹൃദം പ്രശ്നമാണ്, സമൂഹം പ്രശ്നമാണ്. ഇങ്ങനെ അനേകമായി പ്രശ്നങ്ങളാൽ തടയപ്പെട്ടതിനകത്ത് നിന്ന് പ്രണയിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് പ്രേമനഗരം എന്ന ഒരു നോവല് ഞാൻ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, അതിലെ വിവാഹം കഴിയാത്ത ഒരു 35-കാരനായ മാധവ് എന്ന കഥാപാത്രവും വിവാഹം കഴിഞ്ഞ മകൾ എന്ന് തന്നെയാണ്. കാരണം 2 സ്ത്രീകളുടെ ഒരു ജീവിതമാണ്. അവിടെ മകളുള്ളൊരു സ്ത്രീ പ്രണയിക്കുകയും ചെയ്യുന്ന സമയത്തുള്ള സംഘർഷങ്ങളും പിന്നെ അതിനപ്പുറത്തേക്ക് പ്രണയത്തെ എപ്പോഴും ഇപ്പം മലയാള സാഹിത്യത്തിൽ ആശാൻ മുതൽ പറഞ്ഞു വരുന്ന മാംസനിബദ്ധമല്ല രാഗം. പ്രണയത്തിൽ നമ്മൾ എപ്പോഴും ശരീരത്തെ അങ്ങ് മാറ്റി നിർത്തും. പക്ഷെ പ്രണയത്തിൽ എന്നല്ല, ഏതൊരു കാര്യത്തിലും ശരീരം എന്നതൊരു ടൂളാണ്. പ്രണയിക്കുമ്പോൾ നമ്മളൊരു മനുഷ്യനെ ആദ്യം മനസ്സിൽ കാണുന്നത് ശരീരമാണ്. മരണപ്പെട്ടു പോയാൽ പോലും മരിച്ചൊരു മനുഷ്യനെ നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് അദ്ദേഹത്തിന് ശരീരമാണ് കടന്നു വരുന്നത്. അപ്പോൾ ശരീരം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് പ്രണയമല്ല എന്ന് ഒരു ചിന്തയുണ്ടായി. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു രതിയുടെ ഭാഗങ്ങൾ കൂടി ആ നോവൽ, പ്രണയവും രതിയും ഒത്തുചേർന്ന് പോകുന്ന ഒന്നാണെന്ന് തോന്നുന്നത്. കാരണം പ്രണയത്തോടൊപ്പം തന്നെ എല്ലാ മനുഷ്യരിലും ജൈവികമായുള്ള ഒരു ഭാവമാണ് രതി എന്നത്. നമ്മൾ എത്ര മാറ്റി നിർത്താൻ ശ്രമിച്ചാലും അതെല്ലാ മനുഷ്യരിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേരുമ്പോഴാണ് പ്രണയം യാഥാർത്ഥ്യമാവുന്നത്. രതിയെ മറികടക്കേണ്ടത് രതിയിലൂടെയാണ്. ഇപ്പം നാരായണ ഗുരുവൊക്കെ പറയും, ഒന്നൊന്നായി എണ്ണി എണ്ണും പൊരുളൊടുങ്ങിയാൽ എന്ന്. അതുപോലെ ഒന്നിനെ തൊട്ടറിയുമ്പോഴാണ് അതെന്താണ്. സ്വാഭാവികമായിട്ടും രതി കൊണ്ട് മറികടക്കാനുള്ള ശ്രമം ഇതിലെ കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ പ്രണയത്തെ എല്ലാ കാലത്തും നിലനിൽക്കുന്നത്, ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, വിരഹമാണ്. കാരണം വിരഹത്തിൻ്റെ ഓർമ്മകളാണ് നമ്മൾ വിപ്രലംബ ശൃംഗാരം എന്നൊക്കെ പഴയകാലം മുതലേ പറയുന്നതാണ്. ഇപ്പോൾ വിരഹത്തിലാണ് പ്രണയം നിലനിൽക്കുന്നത്. ഒരുപക്ഷെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിച്ച് പ്രശ്നത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രണയം നിലനിൽക്കുന്നില്ല. എപ്പോഴും വിരഹവും വേദനയുമാണ് പ്രണയത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് കൊണ്ട് പ്രേമനഗരം, ഞാൻ ഇപ്പോൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് സമയം ഉള്ളത് കൊണ്ട് പ്രേമനഗരം എന്ന നോവലിനെ കുറിച്ചാണ് അടുത്ത
നിമിന പറഞ്ഞ ശേഷം അടുത്ത നോവലുകൾ എങ്ങനെ ആവിഷ്കരിച്ചു എന്നുള്ളത് പറയാം. അപ്പോൾ ഇത്തരത്തിലാണ് പ്രണയത്തെ പുതിയ കാലത്ത്, ഇപ്പോൾ ഈ പുതിയ കാലത്ത് സ്വാഭാവികമായിട്ട് ഇത്രയും കാലം പറഞ്ഞു വന്നിട്ട് പോലും പുതിയ കാലത്തും ഇത്തരത്തിലുള്ളൊരു പ്രണയം പറഞ്ഞപ്പോൾ അത് വളരെയേറെ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. എനിക്ക് പോലും അതിശയിപ്പിക്കുന്ന തരത്തിലേക്ക് അത് ആളുകൾ വായിക്കുകയും നിരന്തരമായി വിളിക്കുകയും അതിലേറെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അതിൽ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു 2 സന്ദർഭം കൂടിയുണ്ട്. അത് ഒന്ന്, ഞാൻ അന്വേഷണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ കാളിദാസൻ്റെ കൃതികൾ എന്നെ വായിച്ച സമയത്ത് നമുക്ക് ഋതുസംഹാരം പോലെയുള്ള കൃതികൾ ഋതുക്കളെയൊക്കെ ഉള്ള അപ്പം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് നമുക്ക് ഇവിടെ മലയാളത്തിൽ പ്രണയത്തിൽ ഋതുക്കളെ കൊണ്ടുവരാൻ കഴിയില്ല? അങ്ങനെ പ്രേമനഗരത്തിൽ എല്ലാ ഋതുക്കളെയും ഞാൻ എഴുതിയിട്ടുണ്ട് വ്യക്തിപരമായി. പക്ഷെ അങ്ങനെ ഒരു വായനയും വന്നിട്ടില്ലേ, അതുകൂടി പറയാം. ഋതുക്കളെ എഴുതിയിട്ടുണ്ട്. ആ ഋതുക്കൾ അവ 2 കഥാപാത്രങ്ങളിൽ ഉണ്ടാക്കുന്ന ഓരോ ഋതുവും അവരുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റങ്ങളെ, പരിണാമങ്ങളെ എഴുതാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അത് മുഴുവൻ പോകുന്നത്. പിന്നെ ഇതെഴുതുന്ന സമയത്ത്, രതിയെ എഴുതുന്ന സമയത്ത് കാമസൂത്ര അടങ്ങുന്ന കൃതികൾ കുറേ തവണ വായിച്ചു നോക്കേണ്ടി വന്നു. എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രങ്ങളിൽ, ഇന്ത്യൻ പുസ്തകങ്ങളിൽ കാമത്തെ അടയാളപ്പെടുത്തിയതെന്ന് നമുക്ക് നോക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഋതുക്കളും അത്തരം ശാസ്ത്രങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷെ വായന വന്ന സമയത്ത് അങ്ങനെ ഒരു വായനയും വന്നില്ല. ധാരാളം പുസ്തകം ചിലവായി, പക്ഷേ അങ്ങനെ ഒരു വായന സാധ്യമായില്ല. പകരം മലയാളത്തിലെ പ്രധാനപ്പെട്ട അവിഹിത എഴുത്തുകാരനായി ഞാൻ മാറി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ എഴുത്തുകാരൻ എഴുതുന്നത് പോലെ ആവണമെന്നില്ല വായനയുടെ ലോകത്തേക്ക് അകത്ത്. വായിക്കുന്നത് ഇഷ്ടം പോലെ വായിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നേ തരത്തിലേ വായിക്കാവൂ എന്ന് എഴുത്തുകാരൻ വാശി പിടിച്ചാൽ എഴുത്തുകാരന് കരയാനേ നേരെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള വായനകൾ കൂടി സാധ്യമായി, വിമർശനങ്ങൾ സാധ്യമായി. അങ്ങനെയാണ് പ്രേമനഗരം എന്ന നോവല് ഇപ്പോൾ എൻ്റെ ഒരു നോവൽ സ്വരം എന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത നോവലുകളെ കുറിച്ച് ഞാൻ നിമ്ന പറഞ്ഞതിന് ശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. ഞാൻ നിമ്നയിലേക്ക് കൈമാറുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ ഞാൻ കോളേജ് ഇലക്ഷന് മത്സരിച്ചു. കോളേജ് ഇലക്ഷന് മത്സരിച്ച സമയത്ത് ഒരു 150-160 പിള്ളേരുള്ള ഒരു കോളേജാണ്. അപ്പോൾ ഞാനവിടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് വളരെ നല്ല മതിപ്പാണ്. ഓക്കെ, ഞാൻ അടിപൊളിയാണ്, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ഞാൻ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്നെ തള്ളിവിട്ട് ഇവരെ ഇലക്ഷന് മത്സരിക്കാൻ പറഞ്ഞയച്ചു. ഓക്കെ, അങ്ങനെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? 156. ഒരു ഏകദേശം 150 വരുന്ന ഒരു കോളേജിൽ എത്ര വോട്ട്? അയ്യോ, എനിക്ക് വോട്ട് ചെയ്യില്ല എന്നെങ്ങനെ? ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയ വോട്ട് 3 വോട്ടാണ്. ഓക്കെ, അതിൽ എന്നെ മത്സരിക്കാൻ പറഞ്ഞയപ്പിച്ച 4 പേരും എനിക്ക് വോട്ട് ചെയ്തില്ല എന്നാണ് അതിൽ ഏറ്റവും വലിയ കോമഡി. അപ്പോൾ ഒരു വോട്ട് ഞാനും ചെയ്തു. അപ്പോൾ സെൻഡ് ഓഫിൻ്റെ സമയത്ത് ഒരു പയ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു വോട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോഴും, നമുക്ക് ചില ആളുകൾ ഉണ്ടാവില്ലേ, നമ്മൾ ഇതുവരെ അവരെ കണ്ടിട്ടില്ല, പക്ഷെ നമുക്ക് അവരോട് ഇന്നും ഒരു കടപ്പാടുണ്ട്. ഞാൻ ഒന്നും അല്ലാതിരുന്ന ഒരു സമയത്ത് എന്നെ അവർ വിശ്വസിച്ചിട്ടുണ്ടെന്ന് പറയല്ലോ. അപ്പം ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കുന്ന ആ ഒരു പേഴ്സൺ എൻ്റെ കോളേജിലെ ആ ഒരു അജ്ഞാത വ്യക്തിയാണ്. ഇപ്പം ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഇനി കടപ്പെട്ടിരിക്കുന്ന വേറെ ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളാണെന്ന്. കാരണം ഞാനും ബിനീഷേട്ടൻ ഈ പ്രോഗ്രാമിന് വരുന്ന സമയത്ത് ഞങ്ങൾ നേരത്തെ വന്ന് ഈ സ്റ്റേജൊക്കെ കണ്ടു. അപ്പോൾ കുറച്ച് ഉള്ളോട്ടാണ്, ആരും വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഞങ്ങൾ വന്ന് കയറിയപ്പോൾ ഈ കസേര മൊത്തം എംപ്റ്റി ആയിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, എന്താ പരിപാടി ഇനി? അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ബിനീഷേട്ടന് ബുക്ക് സൈൻ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബിനീഷേട്ട സന്തോഷമായില്ലേ, ഒരാളെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടി വരും എന്ന അവസ്ഥയിലുള്ള ഞങ്ങളെ കേൾക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും അറിയില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് യു ഷോഡ് അപ്പ്. അപ്പോൾ അത് എനിക്ക് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനെ ആദ്യം തന്നെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്നെ എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. എൻ്റെ പേര് നിമ്ന വിജയ്. ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് കേരളത്തിൽ ഇപ്പോൾ 2 ലക്ഷം കോപ്പികളുടെ അടുത്ത് വിറ്റുപോയിട്ടുണ്ട് 2 വർഷത്തിൽ. പിന്നെ ഫസ്റ്റ് ബുക്ക് നനയുവാൻ ഞാൻ കടലാകുന്നു എന്ന് പറയുന്ന ഒരു മെമ്മറി കളക്ഷനായിരുന്നു. അപ്പോൾ ഇപ്പം നോവലിലെ വിഭിന്ന സ്വരങ്ങളെക്കുറിച്ചൊക്കെ ബിനീഷേട്ടൻ ഒരുപാട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. ഞാൻ നന്നായിട്ട് വായിക്കും, ഞാൻ മലയാളം ഒരുപാട് വായിച്ചു, മലയാളം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു.
അപ്പോൾ മലയാളം വായിച്ച് എൻ്റെ വായനയൊക്കെ തുടങ്ങുന്നത് അമ്മയുടെ പണ്ടത്തെ മനോരമ ആഴ്ചപ്പതിപ്പൊക്കെ ഉണ്ടാവില്ല, അത് കുളിച്ച് വായിക്കും. അതിലിങ്ങനെ കിനാവും കണ്ണീരും എന്ന് പറഞ്ഞ് സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള കുറേ വാർത്തകളൊക്കെ ഉണ്ട്. പണ്ടൊക്കെ അത് നമ്മൾ വായിക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണ്, ഇത് സീരിയസ് ആയിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. അപ്പോൾ നമ്മളോട് കാര്യം അരുത് എന്ന് പറയുമ്പോൾ നമുക്കത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ അങ്ങനത്തെ പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പിന്നെ മെല്ലെ ലൈബ്രറിയിലോട്ട് പോയി പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായന ജീവിതത്തിൻ്റെ ഭാഗമായി. അപ്പം ഞാൻ ഒരിക്കലും എനിക്കൊരു എഴുത്തുകാരി ആവണം, എൻ്റെ പ്രൊഫഷൻ ഇതാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം റൈറ്റിങ്ങിൽ എന്നൊന്നും പറഞ്ഞ് എഴുത്തിലോട്ട് വന്നിട്ടുള്ള ഒരാളല്ല. ഞാൻ പറയുകയാണെങ്കിൽ ഗതികേട് കൊണ്ട് എഴുത്തുകാരിയായിട്ട് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് പറയും. അത് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിനോടാണ്. കാരണം ഞാൻ ഏത് കമ്പനിയിൽ ജോയിൻ ചെയ്താലും ആ കമ്പനി അയാൾ ബാൻ ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ കമ്പനി ബാൻ ചെയ്ത് എനിക്ക് വേറെ പണിയെടുക്കാൻ പറ്റാതായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? പിന്നെ എനിക്ക് ആകെ അറിയുന്നൊരു കാര്യം എഴുത്താണ് എന്നുള്ളതിൽ ഞാൻ ഫസ്റ്റ് മുംബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കമ്പനി ബാനായ സമയത്ത് ഒരു 6 മാസത്തോളം എനിക്ക് വേറെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. ഒരു കൊറോണ സമയത്താണ്. അപ്പം വേറെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ ഇരുന്നിട്ട് പണ്ട് എനിക്കിങ്ങനെ എഴുതാൻ ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ലൈഫിലെ കുറേ മെമ്മറീസ്, ഞാൻ കണ്ടുമുട്ടിയ കുറേ മനുഷ്യർ, ഇവരെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ കൂട്ടി വെച്ചിട്ട് ഒരു ബുക്ക് എഴുതി. ആ ബുക്കാണ് നനയുവാൻ ഞാൻ കടലാവുന്നു. അത് ഞാൻ പൈസ കൊടുത്ത് പബ്ലിഷ് ചെയ്തു. 30,000 രൂപ കൊടുത്തിട്ട് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തു. ആ ബുക്ക് എന്നെ അറിയുന്ന കുറച്ച് പേര് വായിച്ചു. കുഴപ്പമില്ലാതെ ഇങ്ങനെ വായനയൊക്കെ നടന്നു. എനിക്ക് വേറെ ജോലി കിട്ടി. ഞാൻ ഈ പരിപാടി വിട്ട് വേറെ ജോലിക്ക് പോയി. ആ ജോലി വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും എൻ്റെ കമ്പനി ബാനായി. അപ്പം ഞാൻ വിചാരിച്ചു ശരി, ഒരു മാസം സമയമുണ്ടല്ലോ, 2-3 മാസം സമയമുണ്ടല്ലോ, അടുത്ത ബുക്ക് എഴുതിയേക്കാം. അങ്ങനെ എഴുതിയ ബുക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ബുക്ക് എഴുതി? എന്തുകൊണ്ട് നമുക്കിപ്പോൾ എന്തിനെക്കുറിച്ചും എഴുതാം അല്ലേ? ഒരു റൈറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് സബ്ജക്റ്റ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ എന്തുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സെൽഫിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അത് എന്തുകൊണ്ട് വന്നു എന്ന്. അപ്പം ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിൽ വായിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ വായിക്കാത്തൊരു പുസ്തകം, ആരും ഇതുവരെ പറയാത്തൊരു ഒരു സബ്ജക്റ്റ്, അങ്ങനെ ഒരു കാര്യം എനിക്ക് വായിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തേടിയിട്ട് ഒരുപാട് പുസ്തകശാലകളിൽ അന്വേഷിച്ചു. എവിടെയും ഈ ഒരു രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആരും ഈ കഥ പറഞ്ഞില്ല. അപ്പം അത് എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് എനിക്ക് എഴുതിക്കൂടാ? അപ്പം നമ്മൾ ഇതുവരെ വായിക്കാത്തൊരു പുസ്തകം, നമുക്ക് ആഗ്രഹമുള്ളൊരു പുസ്തകം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് റൈറ്റ് ഇറ്റ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം ആ ഒരു ചിന്തയിലാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള സെൽഫ് ലവ്, ആത്മസ്നേഹത്തിൻ്റെ നിർവൃതി എന്നൊക്കെ പറയും, ആ ഒരു കാര്യത്തിലോട്ട് ഞാൻ എത്തുന്നത്. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് മലയാളത്തിൽ പലതരത്തിലുള്ള പ്രണയങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ മലയാളത്തിലുള്ള അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പ്രണയത്തിൻ്റെ നിർവചനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ജെൻസി പിള്ളേർക്ക് ഒരുപാട് പുതിയ പുതിയ വേർഡ്സ് ഓഫ് പ്രണയങ്ങളുണ്ട്. ഓരോ മാസങ്ങളിൽ പ്രണയിക്കും. ഇപ്പം മഞ്ഞുകാലത്ത് പ്രണയിക്കുന്നതിനൊരു വേർഡ്, മഴക്കാലത്ത് പ്രണയിക്കുന്നതിനൊരു പ്രണയം, അല്ലെങ്കിൽ ഇവർ ചാറ്റിൽ ഇവർ പ്രണയിക്കും, നേരിട്ട് കാണുമ്പോൾ ഇവർ പ്രണയത്തിലായിരിക്കില്ല. ഇതിന് വരെ സെപ്പറേറ്റ് വേർഡ്സ് ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട്. നമുക്കിതൊന്നും അറിയില്ല. അപ്പം എന്നെ സംബന്ധിച്ച് സെൽഫ് ലവ് എന്ന് പറയുന്നത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ജനിച്ച അപ്പം മുതൽ തന്നെ നമ്മളെടുത്ത് പറയുന്നത് എന്താ? മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം, നിന്റെ കാര്യങ്ങൾ പോയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നീ നന്നായില്ലെങ്കിലും കുഴപ്പമില്ല, വേറൊരാൾക്ക് ഒരു ഉപദ്രവം വരുത്തരുത്. അപ്പം ഞാൻ ആലോചിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് നമ്മളെ സ്നേഹിക്കാതെ എങ്ങനെയാണ് നമ്മൾ വേറൊരാളെ സ്നേഹിക്കുക എന്നുള്ളൊരു തോട്ട് നമ്മുടെ ഉള്ളിൽ വരും. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു ത്വര ഉണ്ടാവുമല്ലോ, 4 ആൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, ആ ഒരു നല്ല കുട്ടി പട്ടത്തിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ലൈഫിൻ്റെ ഒരു പോയിന്റിൽ എത്തിയ സമയത്ത് നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു മനുഷ്യരുണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അച്ഛനുണ്ടെന്ന് പറയാം, അമ്മയുണ്ടെന്ന് പറയാം, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയാം. പക്ഷെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് നിന്ന് ഫേസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഒരു പോയിന്റ് വന്നപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തത് എൻ്റെ തോളിൽ തട്ടി പോട്ടെ എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഫേസിൽ എനിക്ക് മുന്നോട്ട് നടക്കണമെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വരുവാണ്. അപ്പോൾ എൻ്റെ ലൈഫിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നതിന് മുൻപും പിൻപും എന്ന് തന്നെ ഞാൻ പറയും. അത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ ആ ഡിഫറൻസ് എന്നിൽ ഉണ്ടാക്കിയ കുറേ മാറ്റങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകം എഴുതുന്നത് ബാംഗ്ലൂർ വെച്ച്. ബാംഗ്ലൂർ എന്ന് പറയുന്നത് എനിക്ക് വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഈ പുസ്തകത്തിൻ്റെ പകുതി വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കിത് കൂടെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഐ ലോസ്റ്റ് മൈസെൽഫ് എന്ന് പറഞ്ഞു. ഐ ലോസ്റ്റ് മൈസെൽഫ്, എനിക്ക് എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഐ ലോസ്റ്റ് മൈസെൽഫ് എന്ന് പറഞ്ഞെടുത്തുനിന്ന് ഇന്നിപ്പോൾ ഒരു 3 വർഷം കഴിയുമ്പോൾ ഞാൻ ബാംഗ്ലൂർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വേദിയിലിരുന്ന് എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയാമെന്ന് പറയുന്നുണ്ടെങ്കിൽ
അതിന് ഞാൻ കേപ്പബിൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബിക്കോസ് എനിക്ക് എന്നെ സ്നേഹിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മലയാള നോവലിൽ സെൽഫ് ലവ് തീം വരുന്ന ഒരു പുസ്തകം വരിക. അപ്പോൾ ഈ ബുക്ക് ഞാൻ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യാൻ കൊടുത്ത സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. മുഖ്യധാര പബ്ലിക്കേഷൻസ് എല്ലാം വേണ്ട, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കഥ സെൽഫ് ലവ് തീമാക്കി വരുന്ന ഒരു ബുക്ക്. ഇത് ആര് വായിക്കാനാ? ഇങ്ങനൊരു കഥ ആരാ വായിക്കുക? ഇതിൽ പ്രത്യേകിച്ച് വലിയ അർത്ഥതലങ്ങളൊന്നുമില്ല. ഒരു കുട്ടി ഒരു റിലേഷൻഷിപ്പിലാവുന്നു, അവിടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ, അവളുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതല്ലേ. ഇതിലിപ്പോൾ എന്താണ് പുതുമ? ഇതിൽ പുതുമയൊന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരു പുസ്തകമാണിത്. അപ്പം ഞാനൊരു പുതിയ പബ്ലിക്കേഷൻ്റെ അടുത്ത് ഈ ബുക്ക് കൊണ്ട് പോവാണ്. അവരുടെ ഫസ്റ്റ് ബുക്കായിട്ടാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇത് ഇറങ്ങിയ സമയത്ത് ആദ്യമൊക്കെ ഞാൻ തന്നെയാണ് ഈ ബുക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ സോഷ്യൽ മീഡിയ വഴിയിട്ടാണ് ഞാൻ ഈ ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാനാണ് റീലിടുന്നത്. ഞാൻ ഈ ബുക്ക് വെച്ചിട്ട് കോഴിക്കോടുള്ള ഒരുവിധം എല്ലാ ബുക്ക് സ്റ്റോളിലും പോയിട്ട് ഈ ബുക്ക് നിങ്ങളുടെ കടയിൽ വെക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ വഴി ഞാൻ ഈ ബുക്കിനെ പ്രൊമോട്ട് ചെയ്ത സമയത്ത് പിന്നെ പെട്ടെന്നൊരു കുതിച്ചുചാട്ടം ഈ പുസ്തകത്തിൽ ഉണ്ടാവുകയും ഞാൻ ഉൾപ്പെടെയുള്ള യങ്സ്റ്റേഴ്സ് ഈ ബുക്കിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ, എൻ്റെ ഏജിലുള്ള ഒരു കുട്ടികൾക്ക് ഈ ബുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു വായനയിൽ ഇത് ഒതുങ്ങി പോകുന്നതാണ്. കഴിഞ്ഞ ദിവസം 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു അമ്മമ്മ എന്നെ വിളിച്ചിട്ട് ഞാൻ മോളുടെ ബുക്ക് വായിച്ചു, ഈ ബുക്കൊക്കെ ഞാൻ പണ്ടേ വായിക്കുവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ജീവിച്ചേനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം ഒരു കാറ്റഗറിയിൽ ഒതുങ്ങുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന ആളുകൾ മാത്രം ചെയ്യേണ്ടതാണ്. ഒരിക്കലും അല്ല. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു കണ്ണാടി നോക്കുന്ന സമയത്ത് നമ്മൾ എന്തോരം ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് ഇറങ്ങണത്. എൻ്റെ മുടി ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ശരിയല്ല. അപ്പോൾ നമുക്ക് നമ്മളെ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ എങ്ങനെയാണ് വേറൊരാളെ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ടുണ്ട്. അങ്ങനെ ഈ ബുക്ക് ഞാൻ റിലീസാവുകയും പിന്നെ ഒരു 1.5-2 വർഷത്തിൽ ഒരു 2 ലക്ഷം കോപ്പികൾ ഇത് വായിക്കുകയും അതൊരു യൂത്തിൽ മാത്രം ഒതുങ്ങിപ്പോവാതെ ഒരുപാട് വൈഡ് ആയിട്ടുള്ള ആളുകളിലോട്ട് ഇത് എത്തുകയും ചെയ്തു. അതിൽ ഒരുപാട് പ്രായമായ ആൾക്കാരുണ്ട്, ഒരുപാട് ഏജിൽ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, മലയാളം നോവലിൽ നമ്മൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. നമ്മൾ ഇനിയും കൈവയ്ക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ഇനിയും ചർച്ച ചെയ്യപ്പെടാത്ത ഒരുപാട് സബ്ജക്റ്റുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതിൽ തന്നെ അതിഥി എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ, അവളുടെ ഫാമിലി ആയിട്ട് നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പം നമ്മുടെയൊക്കെ കൺസെപ്റ്റിൽ ഫാമിലി എന്ന് പറയുന്നത് വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. സ്നേഹം മാത്രം കിട്ടുന്ന, സ്നേഹത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന, ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി, മകന് വേണ്ടി എന്ത് ചെയ്താലും അത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, പക്ഷെ അത് സ്വാർത്ഥതയാണ്. അതുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ കാര്യങ്ങൾ നമ്മുടെ മക്കളെ കൊണ്ട് നേടാൻ ശ്രമിക്കുമ്പോൾ അവിടെ സഫർ ചെയ്യേണ്ടി വരുന്ന കുട്ടികൾ, അവരുടെ വിഷമങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെ ഒരു കാര്യം തീമാക്കി എടുത്തുകൊണ്ടുള്ള നോവൽ മലയാളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതേപോലെ സെക്ഷുവാലിറ്റി, ലൈംഗികത, ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ ഇനിയും മലയാളം എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ളൊരു നോവൽ ഇറങ്ങിയ ശേഷം ഒരുപാട് പേര് സ്വയം സ്നേഹിക്കാൻ പഠിച്ചു. ഞാൻ ഇന്ന് എനിക്ക് സാലറി കിട്ടിയപ്പോൾ ഞാനൊരു 5000 രൂപ എനിക്ക് വേണ്ടി മാറ്റിവെച്ചു. ഞാനൊരു സിനിമ കാണാൻ പോയി, ഞാൻ ഒറ്റയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു, ഞാനൊരു ഇൻ്റർവ്യൂവിൽ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചു. ഞാൻ ഒരുപാട് സഫർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ലൈഫിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നു. അപ്പം ഞാനൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഒരു റിട്ടയർഡ് ആയ അധ്യാപകരുടെ ഒരു പ്രോഗ്രാമാണ്, ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ എന്താണ് ഈ പുസ്തകത്തിനെ കുറിച്ച് പറയാൻ പോകുന്നത്. എൻ്റെ കൺസെപ്റ്റിൽ എൻ്റെ ഏജിലുള്ള കുട്ടികൾക്കാണ് ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ വിളിച്ചല്ലോ എന്ന് കരുതി പോയിരുന്നൊരു പ്രോഗ്രാമാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവർ കറക്റ്റ് വളരെ ഓർഗനൈസ്ഡ് ആണ്. ഇവർ കുറേ പേപ്പറിലെല്ലാം എഴുതി വന്നിട്ടുണ്ട്. ഒരു 5 പേര് ഇരുന്നിട്ട് പുസ്തകത്തിൻ്റെ റിവ്യൂ പറഞ്ഞു. അതും അപാരമായ റിവ്യൂസ്. എഴുതിയ ഞാൻ പോലും ഇതൊക്കെ ഞാൻ എഴുതിയായിരുന്നു എന്ന് വരെ അന്താളിച്ചു പോകുന്ന രീതിയിലാണ് അവർ ആ ബുക്ക് വായിച്ചിരിക്കുന്നത്. അപ്പം അതിൽ ഒരാൾ പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോയി, കൊച്ചിക്ക് ഒരു ട്രിപ്പ് പോയി, എല്ലാ ടീച്ചേഴ്സും എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയി. അതിന് രാത്രി ഒരു 8 മണിക്ക് ശേഷം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിലൊരു ടീച്ചർ പറഞ്ഞു, നമുക്ക് കടൽ കാണാൻ പോയാലോ എന്ന് ചോദിച്ചു. പക്ഷെ ഈ രാത്രിയോ നമ്മളോ ഈ പരിചയമില്ലാത്ത സിറ്റിയിൽ നമ്മളിങ്ങനെ കടൽ കാണാൻ പോവാ? എൻ്റെ വീട്ടിൻ്റെ 5 കിലോമീറ്ററിൽ കടലുണ്ടായിട്ട് ഞാൻ പോയില്ല, വീട്ടിൽ വിടില്ല, രാത്രി എങ്ങനെയാ പോവാ എന്ന് ഒരു ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു, നിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്കിഷ്ടമുള്ള എല്ലാം ചെയ്യണമെന്ന്, അപ്പം നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയി വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മണ്ടയിലായേനെ. പക്ഷെ ഇവർ പോയി, ഇവരെല്ലാവരും കൂടെ ട്രാവലറൊക്കെ എടുത്ത് ഇവർ ഊബറൊക്കെ വിളിച്ച് ഇവർ പോയി. ഇവരൊരു 10 മണിക്ക് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇവരെല്ലാവരും കൂടെ ആ മണലിൽ നിരന്ന് കിടന്നു. ഓക്കെ, എന്തായാലും ഒരു 50 വയസ്സ് പ്രായം ഉണ്ടാവുമല്ലോ, 50 കഴിഞ്ഞിട്ടുണ്ടാവും. മണലിൽ നിരന്ന് കിടന്നിട്ട് ഇവർ ആകാശം കണ്ടു. എന്നിട്ട് അവരെന്നോട് പറയാ,
ഞങ്ങൾക്ക് ഇത്രയും വയസ്സായിട്ടും രാത്രി ആകാശത്തിന് എത്ര തിളക്കമുണ്ടാവും, നക്ഷത്രങ്ങൾ എങ്ങനെയാ ഉണ്ടാവുക, രാത്രിയിലെ തണുപ്പ് എന്താണ്, ഇന്ന് ഞങ്ങൾ അറിയുന്നത് അതിന് ശേഷമാണ്. സിമ്പിളാണ്. ഇതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് മാറ്റിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സെൽഫ് ലവ് എന്നുള്ളൊരു തീമുകൊണ്ട് അവർ ഇതുവരെ കാണാത്ത, ഭൂമിയിൽ ഇത്രയും കാലം ജീവിച്ചിട്ടും കാണാത്തൊരു നക്ഷത്രം അവർക്ക് കാണാൻ പറ്റിയെങ്കിൽ ഐ തിങ്ക് ഈ ഒരു സബ്ജക്റ്റ് ഇസ് വർത്ത്. നോവലിനെ കുറിച്ച് പറയുമ്പോൾ, പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ സെൽഫ് ലവ് എന്നുള്ള ഒരു തീമും നോവലിൽ എപ്പോഴും ഇനിയും വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്ക് യു. അപ്പം നമ്മളുടെ വായന തീർച്ചയായിട്ടും പ്രസിദ്ധീകരണത്തിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാറുണ്ട് വായനയിൽ. നമുക്കറിയാമല്ലോ, പണ്ട് കാലത്തൊക്കെ ഒരു പബ്ലിഷറെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഹാർഡ് കോപ്പി മാത്രം പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഈ തള്ളിച്ചയിൽ ഒട്ടേറെ പുസ്തകങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പുസ്തകങ്ങൾക്കും ഇതുപോലെ സോഷ്യൽ മീഡിയ കാര്യമായിട്ടുള്ള സഹായം ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ പ്രാധാന്യത്തിൽ കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടായിരിക്കും. അത് എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സോഷ്യൽ മീഡിയയുടെ വലിയൊരു സ്വാധീനം എനിക്ക് തോന്നുന്നു പുസ്തക റീലുകൾ തന്നെ സാധ്യമായ ഒരു കാലമായിരുന്നു. ഇപ്പോൾ ആദ്യകാലത്ത് നമ്മൾ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന അവനവൻ്റെ മുഖം കാണിക്കാൻ വേണ്ടിയായിരുന്നു. അവനവൻ്റെ സൗന്ദര്യവും മുഖവും സമൂഹത്തിൽ എത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ 1-2 പുസ്തക റീലുകളുടെ ഒരു കാലം വന്നപ്പോൾ പിന്നീട് പുസ്തക റീലുകൾ സജീവമായി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അബ്ബാസ്ക്കൊക്കെ ഉള്ള വേദിയിൽ സാധാരണ പറയും, ഇങ്ങനെ വിമർശനം വരും, ഇങ്ങനെ പുസ്തകങ്ങൾ റീല് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്നത് MDMA ഇതൊന്നല്ലല്ലോ വിൽക്കുന്നത്, പുസ്തകങ്ങളല്ലേ ഇങ്ങനെ റീലായി പോകുന്നത് എന്ന് അബ്ബാസ്ക്കൊക്കെ നിരന്തരം പറയുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയുടെ വലിയൊരു സ്വാധീനമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ഒരു പുസ്തകം വായിക്കാത്ത ഒരാൾക്ക് വേണമെങ്കിൽ പുസ്തകത്തിൻ്റെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറയാം. ഇപ്പോൾ ഒരു പുസ്തകത്തെ വളർത്താനും പുസ്തകത്തെ തളർത്താനും ഒരുപക്ഷെ ആ സോഷ്യൽ മീഡിയയ്ക്ക് കഴിഞ്ഞേക്കാം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് മാസമായിട്ട് ഒരു ടീം വിചാരിക്കുകയാണ് ഈ പുസ്തകത്തെ പറ്റി ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ട ആളുകളാണ് ഞങ്ങൾ 2 പേര്. അപ്പോൾ മാസമായി തീരുമാനിക്കുകയാണ് ഈ പുസ്തകത്തെ ഇങ്ങനെ ചെയ്യണം, ഇത്ര മോശമാണ് എന്ന് ഫേക്ക് ഐഡികളിലൂടെ തീരുമാനിച്ചാൽ മാസമായിട്ട് അത്തരം പേജുകൾ വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി, ആ നെഗറ്റീവ് കൂടി അതിലേക്ക് വരുന്നുണ്ട്. പിന്നെ പബ്ലിക്കേഷൻ്റെ കാര്യം, പബ്ലിക്കേഷൻ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു ആദ്യമായിട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പബ്ലിക്കേഷൻ പ്രശ്നമാണ്. അത് നിമ്മിനോട് പറയും. ഇപ്പോൾ അതേ പ്രശ്നം എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആദ്യകാലത്ത് കവിതയായിരുന്നു എൻ്റെ മേഖല. ഇപ്പോൾ കവിതകൾ എഴുതി നമ്മുടെ ആഗ്രഹം എന്താണ്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പോലെയുള്ള ആഴ്ചപ്പതിപ്പുകളിൽ കവിത വരിക എന്നുള്ളതാണ്. ആ പ്രായത്തിൽ പക്വതയില്ലാത്തൊരു പ്രായം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നിരന്തരമായി അയക്കുമ്പോൾ 5 രൂപയുടെ സ്റ്റാമ്പ് അയക്കാനും വേണം. അത് തിരിച്ചു വരികയാണെങ്കിൽ അതിനും വേണ്ടി 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കണം. അപ്പോൾ 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടാണ് വിദ്യാർത്ഥി കാലത്ത് നമ്മളിങ്ങനെ ആഴ്ചയിൽ അയക്കുന്നത്. പിറ്റേത്തെ ആഴ്ച തന്നെ തിരിച്ചു വരും. എപ്പോഴും അമ്മയുടെ കയ്യിലാണ് ഇത് കിട്ടുക. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, മോനെ നിനക്ക് സ്റ്റാമ്പിൻ്റെ പൈസയൊക്കെ കൂട്ടി വെച്ചിരുന്നെങ്കിൽ 1 സെൻറ്റ് സ്ഥലം വാങ്ങായിരുന്നല്ലോ അല്ലേ? അങ്ങനെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്ത്. പക്ഷേ പിന്നീട് പബ്ലിക്കേഷൻസിനെ തേടാനുള്ള പ്രശ്നം. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മളെ തേടി പബ്ലിക്കേഷൻസ് വരുന്ന ഒരു കാലത്ത് എത്തി നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ സബ്ജക്റ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ ആദ്യത്തേത് പ്രേമ നോവലായിരുന്നു. അപ്പോൾ രണ്ടാമത്തതും പ്രണയ നോവലാണെന്ന് പറഞ്ഞപ്പോൾ DC ബുക്സ് എന്ന് പറഞ്ഞ ഒരു പ്രണയ നോവൽ വന്നല്ലോ, അപ്പോൾ അടുത്തതും വീണ്ടും പ്രണയം തന്നെയാവും എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ സബ്ജക്റ്റ് മാറ്റമുണ്ട്. അതാണ് ഇപ്പോൾ സുന്ദര ജീവിതം എന്ന് പറയുന്ന അവസാനത്തെ അത് പ്രേമനഗരം 2 പേരുടെ പ്രണയമാണെങ്കിൽ സുന്ദര ജീവിതം ആവിഷ്കരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഒരു ദുഃഖത്തെ ആവിഷ്കരിക്കാനുള്ള ശ്രമമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ എല്ലാ ബന്ധങ്ങളും, ലോകത്തിലുള്ള സകല സ്നേഹബന്ധങ്ങളുടെയും ആത്യന്തികത എന്ന് പറയുന്നത് ദുഃഖമാണ്. പ്രണയത്തിൻ്റെ ആത്യന്തികത എന്ന് പറയുന്നത് ദുഃഖമാണ്. എല്ലാ ബന്ധങ്ങളും, ഏതൊരു ബന്ധത്തിൻ്റെയും ആത്യന്തിക ഫലം അത് നഷ്ടപ്പെടും. അതുവരെ നമുക്ക് ആഘോഷമായിരിക്കും, പക്ഷെ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കത് ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പോൾ അചേതനമായ വസ്തുവാണെങ്കിൽ നമ്മുടെ ഒരു മൊബൈൽ, പ്രിയപ്പെട്ട മൊബൈൽ കുറേ കാലം കയ്യിൽ വെച്ച് അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാകുന്നു, ദുഃഖമാണ്. കാരണം അതുമായിട്ടുള്ളൊരു അറ്റാച്ചാണ്, ബന്ധമാണ്. അതുകൊണ്ടാണല്ലോ എത്രയോ പഴയ വണ്ടികൾ സൂക്ഷിക്കുന്ന മനുഷ്യരുണ്ട്. കാരണം അതുമായിട്ടുള്ളൊരു ബന്ധമാണ്. അതിനെ വിൽക്കാൻ അത് കേവലമായ വസ്തുവാണ്, പക്ഷെ അതിനെ വിൽക്കാനായി നമുക്ക് തോന്നില്ല എന്നതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും അപ്പോൾ ഒരു ബന്ധത്തെ നമ്മൾ കൂടെ കൂട്ടുന്നു എന്നതിൻ്റെ അർത്ഥം ഒരു ദുഃഖത്തെ കൂടെ കൂട്ടുന്നു എന്ന് തോന്നിയപ്പോഴാണ് അങ്ങനെ ഒരു നോവൽ. ഏതൊരു ബന്ധമായിരിക്കട്ടെ, അത് ജീവനുള്ള വസ്തു ആയിക്കോട്ടെ, ജീവൻ ഇല്ലാത്തതായിക്കോട്ടെ, ഏതുമാവട്ടെ. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്,
എൻ്റെ ഒരു സുഹൃത്ത് വളർത്തിയ പട്ടി മരിച്ചപ്പോൾ അവൻ ഒരാഴ്ച ഭക്ഷണം കഴിക്കാൻ പ്രയാസത്തോടു കൂടി കരഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ആലോചിച്ചിരുന്നു, ഒരു പട്ടിയല്ലേ പോയത്, അതിനെന്തിനാണ് ഇവന് ഇത്ര. അപ്പോൾ അത് വളർത്തിയവർക്കേ അത് മനസ്സിലാകൂ. അതുപോലെ ഒന്ന് നഷ്ടപ്പെടുമ്പോഴേ നമുക്കതിൻ്റെ, അപ്പോൾ ഏത് ആയിക്കോട്ടെ, ഒരു പട്ടിയാണെങ്കിലും ഒരു പൂച്ചയാണെങ്കിലും, ഇത് അന്ന് തമാശയാക്കി അതേപോലെ ഒരു പട്ടി ഞാൻ താമസിക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരിടത്ത് താഴെ വന്ന് ഗർഭിണിയായൊരു പട്ടി വന്നവിടെ കിടക്കുകയായിരുന്നു. ഞാൻ ജനൽ തുറക്കും, അതിങ്ങനെ വാലാട്ടുകയായിരുന്നു, എന്നെ കുറച്ച് ചാടുകയായിരുന്നു. അത് 4 കുട്ടികൾ ഉണ്ടായി പിന്നീട്. അതിനെ ഞാൻ കാണും. അപ്പോൾ എനിക്കൊരു സന്തോഷമായിരുന്നു രാത്രി. പെട്ടെന്ന് ആ പട്ടി അപ്രത്യക്ഷമായപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം വന്നു. ഇതെന്തിനാ സങ്കടം ചോദിച്ചാൽ ഒന്നിനുമല്ല, പട്ടി പോകേണ്ടടുത്ത് പോയി, പക്ഷെ നമ്മെ അത് ദുഃഖം. അപ്പോൾ പട്ടിയുമായുള്ളൊരു അറ്റാച്ചാണ്, ഒരു ബന്ധത്തെ കൂടെ കൂട്ടിയത് കൊണ്ടാണ് ഒരു ദുഃഖത്തെ എനിക്ക് കൂടെ കൂട്ടേണ്ടി വന്നത്. അപ്പോൾ എത്രത്തോളം നമ്മളൊരു ബന്ധം ആഴത്തിലേക്ക് പോകുന്നു, അത്രത്തോളം ആഴത്തിലേക്ക് ദുഃഖത്തെ നമ്മൾ കൊണ്ട് നടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു കണ്ടന്റിൻ്റെ ആലോചനയിൽ നിന്നാണ് സുന്ദര ജീവിതം എന്നൊരു നോവൽ. പ്രണയം തന്നെയാണ് വിഷയമെങ്കിലും പ്രണയത്തിനപ്പുറത്തേക്ക് ദുഃഖത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ലോക ജീവിതത്തിൻ്റെ ഒരു കാര്യങ്ങളെ കൂടി ചേർത്ത് വെച്ചുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് വിഷയം ഒന്നാണെങ്കിലും അത് എങ്ങനെ ആവിഷ്കരിക്കുന്നു എന്നതിലെ ഒരു ഇതാണ്. പിന്നെ മധുരവേട്ട എന്നത് നേരത്തെ നിന്നെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ തന്നെ കുറേ സൗഹൃദങ്ങളുടെ ഓർമ്മകളാണ്, അവരുടെ ഒരു ആഗ്രഹങ്ങളാണ്. ഇപ്പം എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച 2 പെൺകുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് രാത്രി തട്ടുകടയിൽ പോയി ദോശ കഴിക്കണം എന്നുള്ളതായിരുന്നു. ഇവിടുന്ന് ഇത് പറയുമ്പോൾ ഒരു തമാശയായി അവർക്ക് ഇപ്പോഴും. പക്ഷേ കേരളീയ ഗ്രാമത്തെ സംബന്ധിച്ച് നോക്കാൻ സാധ്യമല്ല. ഒരുപക്ഷെ ഇപ്പോഴും അവൾ ദോശ കഴിക്കാതെ ഏതെങ്കിലും വീട്ടകത്ത് ഇരിക്കുന്നുണ്ടാകാം. അതുപോലെ ഇപ്പം നിന്നെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്തുക്കളുടെ ആഗ്രഹം കടപ്പുറത്ത് പോയിരുന്ന് രാത്രി കിടക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറ്റുമല്ലോ, ഞങ്ങൾക്ക് പക്ഷേ സാധ്യമല്ല എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ച് ഇപ്പോഴും ജീവിക്കുന്ന, ഒരുപക്ഷെ മരണം വരെ അത് ആഗ്രഹമായി മാത്രം തുടരുന്ന എത്രയോ മനുഷ്യർ, എത്രയോ സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു 5 സ്ത്രീകളുടെ കഥ ആവിഷ്കരിക്കുന്നതായിരുന്നു മധുരവേട്ട. പിന്നീട് അവരതിൽ നിന്ന് ചങ്ങല പൊട്ടിച്ചെറിയുകയും അവരുടെ സ്വതന്ത്രമായ ഒരു വിഹായസായ ഒരു ലോക ജീവിതത്തിലേക്ക് അവരെത്തുന്നതായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ആ നോവൽ. ഇത്തരത്തിലാണ് വിഷയം എന്ന രീതിയിൽ നമ്മൾ സ്വീകരിക്കുകയും അത് പബ്ലിക്കേഷനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പിന്നെ എഡിറ്ററുമായിട്ടുള്ള കൂടിയ ആലോചനകളിലാണ് പിന്നീട് അത് കൂടുതൽ വികാസം പ്രാപിക്കുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ എനിക്ക് തോന്നുന്നു ഇപ്പോഴും പുസ്തകത്തെ സജീവമാക്കി നിലനിർത്തുന്നതിൽ സോഷ്യൽ മീഡിയക്ക് നല്ല പങ്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്, നിങ്ങൾ പ്രിൻ്റഡ് മീഡിയ ഇല്ല എന്ന് പറഞ്ഞാലും പ്രിൻ്റഡ് പുസ്തകങ്ങളാണ് ഈ പോകുന്നത് മുഴുവൻ. ഓൺലൈൻ പുസ്തകങ്ങളൊക്കെ പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്, കിൻഡിലൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറെ പ്രിൻ്റഡ് തന്നെയാണ് പോകുന്നത്. അത്രയേറെ പ്രിൻ്റഡ്. ഞങ്ങളുടെ ഒക്കെ 50,000 1,00,000-ത്തിലധികം കോപ്പികളൊക്കെ പ്രിൻ്റഡ് പുസ്തകങ്ങളാണ്. അപ്പോൾ അതിനുകൂടി ഒരു പ്രാധാന്യമുള്ള ഒരു കാലമാണ്. പിന്നെ യൂത്ത് കോളേജുകളിൽ ക്യാമ്പസുകൾ എല്ലാ കാലത്തും ഇപ്പോൾ പ്രണയത്തിന് ഞാനൊരു അധ്യാപകനാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എത്ര കാലവും പ്രണയദിനത്തിന് ചിലവാകുക ബേക്കറിയിലെ സ്വീറ്റ്സോ പൂക്കളോ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രണയദിനത്തിന് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് പുസ്തകങ്ങൾ ചിലവാകുന്ന ദിവസമാണ്. അപ്പം ചോക്ലേറ്റിന് പകരം, പൂക്കൾക്ക് പകരം ഒരു പുസ്തകം നൽകുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നതും വളരെ സന്തോഷമാണ് എന്നുള്ളതാണ്. പണ്ട് മുകുന്ദനോട് ആരോ പറഞ്ഞു, ഞങ്ങളുടെ പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്നത് നിങ്ങളുടെ എഴുത്തുകളാണെന്ന്. അപ്പോൾ മുകുന്ദൻ പറഞ്ഞായിട്ടൊരു മറുപടി ഓർക്കുന്നു, കേരളത്തിലെ എല്ലാ അവിഹിത ഗർഭങ്ങൾക്കും മുട്ടത്തൂർക്ക് ഉത്തരവാദിത്തം എടുക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ഈ പുസ്തകം പുതിയ തലമുറ എങ്ങനെയാണ് പ്രചോദിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് അതിഥിയൊക്കെ ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇഷ്ടക്കാരൻ്റെ കൂടെയൊക്കെ ബൈക്കിൽ പോയി രാത്രിയെല്ലാം കറങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത് അല്ലേ? അങ്ങനെയൊരു ഫ്രീഡം അത് ആക്ച്വലി ബാംഗ്ലൂരിലെ സ്ത്രീ ജീവിതം അനുഭവിക്കുന്ന ഒരു അനുഭൂതിയാണ്, സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നാട്ടുംപുറത്ത് എങ്ങനെയാണ് ഇതിൻ്റെ വായനയും ഇതിനെക്കുറിച്ച് വിശകലനം ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഈ പുസ്തകത്തെ കുറിച്ചിട്ട്? ഞാൻ ഈ പുസ്തകം എഴുതുന്നതിന് മുൻപേ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആർട്ടിക്കിൾസ് ഒക്കെ പോസ്റ്റ് ചെയ്യായിരുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻസുകൾ വെച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ നോക്കും ഏത് പോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത്, ഏത് പോസ്റ്റാണ് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമാവുന്നതെന്ന്. അപ്പം അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള കുറേ കണ്ടൻറ്റാണ് ഈ ഫാമിലിയിൽ നിന്ന് ഉണ്ടാവുന്ന ഇഷ്യൂസ്, ഗേ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളുടെ ഇഷ്യൂസ്, അതേപോലെ നമ്മൾ സെൽഫ് ലവ് എന്നുള്ളൊരു തീം. അപ്പോൾ ഇങ്ങനെ കുറേ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രീഡം, വസ്ത്രധാരണം, അതിനുള്ള ഫ്രീഡം, ഇതിനൊക്കെ ഒരുപാട് ഇൻട്രാക്ഷൻസ് വരുന്ന കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ബുക്ക് എഴുതുന്ന സമയത്ത്
ഈ എല്ലാ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഈ പുസ്തകം എഴുതുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ വളരെ രൂക്ഷമായിട്ട് നമ്മളെല്ലാം സേഫ് പ്ലേസ് എന്ന് കരുതുന്ന ഫാമിലീനെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. അപ്പം ഈ ബുക്കിൻ്റെ എഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് എൻ്റെ എഡിറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി, ഈ ഭാഗം വേണ്ട, ഇത് എഴുതി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇത് ഹേർട്ടാവും, നമുക്കിത് കട്ട് ചെയ്ത് കളയാം, ഇങ്ങനെയൊക്കെ ഏതെങ്കിലും പാരൻസ് പറയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പറയും, അത് വേണം. കാരണം ഞാൻ ഒരു തവണ നമ്മൾ ഏറ്റവും കൂടുതൽ സെക്ഷലി ഹരാസ് ചെയ്യപ്പെടുന്നത് കുട്ടികൾ പുറത്തു പോകുമ്പോഴാണ്. അപ്പം നമ്മളെപ്പോഴും കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ പറയാം, നിങ്ങൾ വീട്ടിലിരിക്കുക, വീട് സേഫാണ്, വീട്ടിലിരിക്കണം, പുറത്ത് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ സെക്ഷൽ ഹരാസ്മെൻറ്റ് കഥകൾ ഞാൻ കേട്ടിട്ടുള്ളത് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്തുനിന്നാണ്. നിങ്ങൾ ഏറ്റവും സേഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നോ ആ ആളിൻ്റെ കയ്യിൽ നിന്നാണ് അവർ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം അത് വീട്ടിൽ പറയുന്ന സമയത്ത് ചിലപ്പോൾ പലരും അത് പറയില്ല, ബിക്കോസ് അത് വീട്ടുകാർ അതിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു വെച്ചിട്ട്. പറയുന്ന ആളുകളുടെ അടുത്ത് പറയും അത് പോട്ടെ, അത് വേണ്ടാന്ന് വെക്ക് എന്ന് പറയും. ചിലർ പറയും അത് നിന്റെ പ്രശ്നം കൊണ്ടാണെന്ന്. അപ്പം ഈ ഒരു 3 കാറ്റഗറിയിൽ പെട്ടിട്ട് ഒരുപാട് സഫർ ചെയ്യുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിഥി എന്നുള്ളൊരു ക്യാരക്ടർ അവർക്ക് ഉണ്ടാവുന്ന ഒരു സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ചിട്ട് അവളുടെ വീട്ടുകാരെടുത്ത് പറയുമ്പോൾ അവർ പറയുന്നത്, എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയിട്ടില്ലല്ലോ, നിന്റെ അടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തിട്ടാവുന്നു. അങ്ങനെ പറയുന്ന ഒരുപാട് വീട്ടുകാരെ എനിക്കറിയാം. എൻ്റെ അടുത്ത് ഒരു കുട്ടി വന്നിട്ട് പറയണ്ടായി, അവളുടെ വീട്ടിൻ്റെ അടുത്ത്, അവളുടെ അച്ഛൻ ഗൾഫിലാണ്, അപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ചെറിയ പറ്റുകടകൾ ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ സാധനം വാങ്ങിച്ചിട്ട് മാസം പൈസ കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പം ഇവളൊരു ചെറിയ വയസ്സ് മുതൽ ഒരു 5ാം ക്ലാസ് മുതൽ ഈ കുട്ടീനെ ഇയാളെ സെക്ഷലി ഹരാസ് ചെയ്യായിരുന്നു കടകളിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ. അപ്പം അന്ന് ഈ കുട്ടിക്ക് പ്രതികരിക്കാൻ അറിയില്ല. ഒരു +2 ഒക്കെ എത്തിയ സമയത്ത് ഈ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് പറയാണ്, അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പം അനിയത്തീനെ ഇനി കടയിലോട്ട് വിടണ്ട. അവളെക്കുറിച്ചല്ല പറയുന്നത്, അനിയത്തീനെ കുറിച്ചുള്ള കൺസേൺ കൊണ്ട് പറയാണ്. അപ്പം അമ്മ പറയണത്, നമ്മുടെ അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ പുറത്താണ്, അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ ഓടി വരാൻ ഇവർ മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു അക്യൂസേഷൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ആരുണ്ടാവും? അപ്പം ഇങ്ങനെ ഫാമിലി എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിൽ പെട്ട് ഒരുപാട് സഫർ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പം ഇത് വായിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു പെൺകുട്ടികളൊക്കെയേറെ ഇത് വായിച്ചിട്ടുള്ള അമ്മമാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൾ ഒരു പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിന്നിട്ടുണ്ടാവും, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചപ്പോൾ അവളത് പറഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ മകളോട് പണ്ട് ശരിയെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങനെ ചെയ്യണ്ട, നീ അത് വിട്ടുകളെ. ഇന്നത് അവൾ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ചേർത്ത് നിർത്താൻ ആരും ഉണ്ടാവാത്തൊരു സമയത്താണ് നമ്മൾ വീട്ടുകാരോടൊന്ന് ചേർത്ത് പിടിക്കാൻ പറയുന്നത്. അപ്പം അവിടെ പോലും അത് കിട്ടാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പം അതിഥി എന്നുള്ളൊരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒട്ടും സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയൊന്നുമല്ല. അവൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു, സ്വന്തം കാര്യം വരുമ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു കുട്ടി കുറേ കാലം കഴിഞ്ഞ് കുറേ ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നുപോയി ഫൈനലി അവളെ ചൂസ് ചെയ്യാണ് എല്ലാവർക്കും മേലെ. അപ്പം ഇത് വായിക്കുന്ന ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ ഒരുപാട് പേര് ആ ഒരു രീതി ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് റൈറ്റ് അല്ലെങ്കിൽ ഇത് റൈറ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. കോളേജിലൊരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് അവിടെ ഒരു ഫേവറിസം വരുന്ന സമയത്ത് അവൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാൻ അവൾ വേദിയിലോട്ട് നടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ പല വേദികളിലും ഇപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയുന്ന സമയത്ത് പിന്നോട്ട് നിന്ന കുട്ടികൾ മൈക്ക് പിടിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എസൻസ് എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും അത് ജഡ്ജ് ചെയ്യാൻ ആരുമല്ല എന്നുള്ളൊരു കോൺഫിഡൻറ്റ് അതിഥി അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എനിക്കൊരു ദിവസം ഞാൻ മുംബൈയിലായിരുന്ന സമയത്ത് എനിക്ക് വാട്സപ്പിൽ ഒരു ലെറ്റർ വരികയാണ്. അതിലൊരു റിട്ടേൺ ലെറ്റർ ആണ്, എന്നിട്ട് അതിൻ്റെ ഫോട്ടോ ആണ് വന്നേക്കുന്നത്. അങ്ങനെ കുറേ ഇങ്ങനെ എനിക്ക് നിങ്ങളുടെ ബുക്ക് ഇഷ്ടമായി, ഒരുപാട് ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് ബുക്കിനിടയിൽ നിന്ന് ഞാൻ ആകസ്മികമായിട്ട് എടുത്ത ബുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് അഡ്രസ്സ് കൊടുത്തേക്കുന്നത് സെൻട്രൽ ജയിലായിരുന്നു. അപ്പം ഞാൻ ജയിലിൽ നിന്നൊരു ലെറ്റർ, ഇതാരാണ് ജയിലിൽ നിന്നൊക്കെ ലെറ്റർ എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് അന്ന് ആളല്ല, ആളുടെ ഒരു കസിനാണ് എനിക്ക് ആൾ എഴുതിയ ലെറ്റർ പാസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ KLFൻ്റെ വേദിയിൽ ഞാനിങ്ങനെ ബുക്ക് സൈൻ ചെയ്തതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളമ്മ പരിചയമുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല, ആരാണ്? അന്ന് സെൻട്രൽ ജയിലിൽ നിന്ന് കത്തയച്ചില്ലേ, അത് ഞാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പോൾ ആ ഒരു പയ്യൻ പറയുവാണ്, ഈ പുസ്തകം ഞാൻ ആദ്യം വായിക്കുമായിരുന്നെങ്കിൽ വേറൊരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കത്തിയെടുക്കില്ലായിരുന്നു. അവിടെ അവനാണ് നഷ്ടങ്ങൾ സംഭവിച്ചത്, അവനാണ് ഈ ഒരു ലൈഫിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. അപ്പം അതേ സമയം തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികളെ ബ്രേക്കപ്പ് ആക്കിയിട്ടുള്ള ആൾ എന്നുള്ളൊരു കാര്യം കൂടി എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിൽ സെൽഫ് ലവ് എന്നുള്ളൊരു തീമാണ്. അപ്പം ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നൊരു പെൺകുട്ടി ഇറങ്ങി വരികയാണ്. ഇപ്പം നമ്മൾ കോളേജ് ആണെങ്കിലും നമ്മൾ സ്കൂളിലാണെങ്കിലും എല്ലാവർക്കും പ്രണയം ഉണ്ടാവും. അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് ഫസ്റ്റ് ഉണ്ടാവുന്ന ബട്ടർഫ്ലൈസിൻ്റെ അപ്പുറം ഒരു പേഴ്സൺ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് വിയോജിപ്പ് വരും.
ഈ അടുത്ത് തന്നെ നമ്മൾ എത്രയോ ന്യൂസ് വായിക്കുന്നുണ്ട്, ഭർതൃഗൃഹത്തിൽ എത്രയോ സ്ത്രീകൾ തൂങ്ങി മരിച്ചു എന്നുള്ള ന്യൂസ് കാണുന്നുണ്ട്, സൂയിസൈഡ് ചെയ്ത ന്യൂസ് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെ നിസ്സാരമായിട്ട് ചോദിക്കും, അവർക്ക് എന്താ ഇറങ്ങി വരാറുന്നില്ലേ, അവർക്ക് വന്നൂടെ, അവർക്ക് തിരിച്ചു വരാറുന്നില്ലേ? എങ്ങനെ ഇറങ്ങി വരും? ഇറങ്ങി വന്ന ഇവിടെ നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് കൈകൂട്ടുന്ന എത്ര സൊസൈറ്റി നമുക്കുണ്ട്, എത്ര വീട്ടുകാരുണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു സിറ്റുവേഷനിലോട്ട് അവർ എത്തിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് സ്വന്തമായിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ ദേ ആർ നോട്ട് കേപ്പബിൾ. സെക്കൻഡ്, അവർക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാൻ ആരുമില്ല. ഇപ്പോൾ പല പെൺകുട്ടികളും അവരുടെ ഒരു ഭർത്താവിന്റെ വീട്ടിൽ അത്രയും സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്നതിന് കാരണം അവർക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല, സ്വന്തം അച്ഛനെയും അമ്മേനെയും വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്.